സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഏത്തപ്പഴം വെച്ചുള്ള ഒരു കേക്കാണ്. നല്ല സോഫ്റ്റും ടേസ്റ്റുമുള്ള ഒരു ബനാന കേക്കാണ് ഇത്. നിങ്ങൾക്ക് കേക്ക് കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അറിയാം എത്ര സോഫ്റ്റ് ആണെന്ന്. വളരെ പെട്ടെന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബനാന കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കേക്ക് തയ്യാറാക്കാൻ അറിയാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ബനാന കേക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ? ആദ്യമായി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര എന്ന് പറയുന്നത് നോർമൽ മധുരമാണ്. കൂടുതൽ വേണ്ടിയവർ 1-2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 4 ഏലയ്ക്ക തൊലി കളഞ്ഞ് കുരു മാത്രം ചേർത്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടഞ്ഞെടുക്കാം. അതിനായി അരിപ്പ വെച്ച് കൊടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇടഞ്ഞെടുക്കാം. ഒരു 3 പ്രാവശ്യം ഇടഞ്ഞെടുക്കണം. ഇടഞ്ഞു കഴിഞ്ഞ് ലാസ്റ്റിൽ വരുന്ന പൊടി ഇതുപോലെ ഒരു സ്പാച്ചില വെച്ച് അതിലെ കട്ടകളെല്ലാം ഉടച്ചു കൊടുത്ത് അതും കൂടി ഇടഞ്ഞെടുക്കണം. കട്ടകളില്ലാതിരിക്കാൻ ഇതുപോലെ ഒരു 3 പ്രാവശ്യമെങ്കിലും ഇടഞ്ഞെടുക്കണം. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാനിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. പാത്രത്തിൻ്റെ അടിയിൽ വെക്കുന്നതിന് വേണ്ടി ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പേ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒരു ബ്രഷ് കൊണ്ട് പാത്രത്തിലെല്ലാം ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അടിയിലും സൈഡിലും എല്ലാം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഓയിൽ ഗ്രീസ് ചെയ്ത സോസ് പാനിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത ശേഷം പേപ്പറിൻ്റെ പുറത്ത് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്യണം. ഇനി ഈ പാത്രം ഒന്ന് മാറ്റി വെച്ച ശേഷം മിക്സിയുടെ ഒരു ജാറിലേക്ക് 4 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. മുട്ടയുടെ സ്മെല്ല് മാറി കിട്ടുന്നതിന് വേണ്ടി 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. മുട്ട മിക്സിയിൽ 30 സെക്കൻഡ് ഹൈ സ്പീഡിൽ അടിച്ചെടുക്കാം. മുട്ട നല്ലവണ്ണം പതഞ്ഞു വന്നിട്ടുണ്ട്. ബീറ്റർ ഒന്നും ഇല്ലാതെ നമുക്ക് മിക്സിയിൽ ഇതുപോലെ മുട്ട അടിച്ചെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര മുഴുവനും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഓയിലിന് പകരം മെൽറ്റ് ചെയ്ത ബട്ടർ ആണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ഓയിലും എല്ലാം കട്ടയില്ലാതെ ഒന്ന് മിക്സായി കിട്ടുന്നതിന് വേണ്ടി ഒരു സ്പൂണ് കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 ഏത്തപ്പഴം അരിഞ്ഞ് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതുപോലെ നല്ല പഴുത്ത ഏത്തയ്ക്ക വേണം എടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ കറ ചുവയ്ക്കും. ഇതുപോലെ തൊലിയെല്ലാം കറുത്ത് ഇരിക്കുന്ന ഏത്തയ്ക്കയാണ് നല്ലത്. 2 ഏത്തയ്ക്കായും മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മിക്സിയിൽ വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇതുപോലെ നല്ലവണ്ണം അരച്ചെടുക്കണം. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇടഞ്ഞു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്നും കുറേശ്ശെ വീതം ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഒരു 3 ഭാഗമായിട്ട് ഇട്ട് കൊടുത്ത് ഒരു സ്പാച്ചില കൊണ്ട് സാവധാനത്തിൽ ഇളക്കി കൊടുക്കാം. പൊടികൾ ഇട്ട് കൊടുത്ത് സാവധാനത്തിൽ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. വീഡിയോ സ്പീഡാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡിൽ നിങ്ങൾക്ക് തോന്നുന്നത്. നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ വളരെ സാവധാനത്തിൽ മാത്രമേ ഇളക്കി കൊടുക്കാവൂ. ഇല്ലെങ്കിൽ പതഞ്ഞ മുട്ടയെല്ലാം താന്ന് കേക്ക് പൊങ്ങി വരത്തില്ല, സോഫ്റ്റും ആയിരിക്കത്തില്ല. പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പൊടിഞ്ഞ് കിട്ടുന്നതിന് ഒരു വിസ്ക് വെച്ച് സാവധാനത്തിൽ ഇളക്കി കൊടുക്കാം. ഇനി ഈ മിക്സിയിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം.
ഏത്തപ്പഴം ചേർത്ത് കൊടുത്ത ശേഷം സാവധാനത്തിൽ വിസ്ക് കൊണ്ട് ഇളക്കി കൊടുക്കാം. ഇനി ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസ് പാനിലേക്ക് കേക്കിൻ്റെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലെ എയർ ബബിൾസ് എല്ലാം ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടി 3-4 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ ഒരു ലിഡ് കൊണ്ട് അടച്ചു കൊടുത്ത് സ്റ്റൗവിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് 40 മുതൽ 45 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. 45 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്കിൻ്റെ മുകൾ ഭാഗമെല്ലാം നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ഉൾഭാഗം വെന്തോന്നറിയുന്നതിന് വേണ്ടി ഇതുപോലെ ഒരു പപ്പട കുത്തി കൊണ്ട് കുത്തി നോക്കാം. നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഉൾവശമെല്ലാം നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. കേക്ക് നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. തൊട്ട് നോക്കുന്നത് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ ഒരു ബനാന കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത്. ഞാൻ ഈ പറഞ്ഞ അളവിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നിങ്ങൾക്കും ഇതുപോലെ നല്ലവണ്ണം പൊങ്ങിയതും സോഫ്റ്റുമായ ബനാന കേക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.